നിങ്ങൾക്ക് എന്തിന്റെ കേടാടാ മക്കളെ? നട്ടലില്ലാതായി പോയല്ലോ. ഒരു പെണ്ണിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അത് കണ്ട് ആസ്വദിച്ചിട്ട് അവൻ സ്ക്രീൻഷോട്ട് എടുത്ത് അവന്റെ പറയുന്നില്ല. ഹലോ നമസ്കാരം, രേണുസുതിയാണ്. രേണുസുതിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ് ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്ത് വിടുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു ലൈവായിരുന്നു. സബിനകത്ത് ലൈവ് പോയതല്ല, ഞാൻ ആൾക്ക് പേഴ്സണലി ചാറ്റ് ചെയ്തോ വീഡിയോ കൊടുത്തോ അല്ല. കട്ടക്കലിപ്പിൽ നമ്മുടെ രേണുസുതി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആളുടെ സബ്സ്ക്രിപ്ഷനിലുള്ള വീഡിയോ പുറത്തു വിട്ടു എന്ന് പറഞ്ഞ നാരുകളെ ഏറപ്പകളെ ചട്ടങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. കുട്ടികളുണ്ടെങ്കിൽ വീഡിയോ കാണരുത്. അതുപോലെ എല്ലാ പാരൻസിൻ്റെ അടുത്തും പറയാനുള്ളതാണ്, വീട്ടിലിരുന്ന് ടി വിയിലിട്ടിരുന്നൊന്നും എൻ്റെ വീഡിയോ കാണില്ല. നിങ്ങൾ പേഴ്സണലിലേക്ക് പോയിരുന്ന് കാണണ്ടേ. സത്യമുള്ള കാര്യം പറയാം, ഇമാതിരി അപരാധികളെ എടുത്തു വെച്ച് അപരാധിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രേണുസുതി സബ്സ്ക്രിപ്ഷൻ ലൈഫ് പുറത്തായി. അതിനുശേഷം രേണുസുതി കട്ടക്കലിപ്പിൽ കട്ടക്ക് രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തങ്കം ചേട്ടാ സുഖമല്ലേ? ഓള ഇങ്ങനെ ഒരു സാധനത്തിന് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ദീർഘായുസ് ദൈവം തരട്ടെ. കൂടുതലൊന്നും പറയാല്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ പറയാറുണ്ട്, നീ ഇടയ്ക്കിടയ്ക്ക് തങ്കം ചേട്ടനൊന്ന് അന്വേഷിക്കണമെന്ന്. ഞാൻ അന്വേഷിക്കുന്നുണ്ട് കറക്റ്റായിട്ട്. രേണുവിനെ മറന്നാലും ഞാൻ തങ്കം ചേട്ടനെ മറക്കില്ല. കാരണം നമ്മൾ നേരിൽ കണ്ടിട്ടുള്ള വ്യക്തികളാണ്. അതിന് തനിക്കെന്താ മറക്കില്ല തങ്കം ചേട്ട, എൻ ഉയിർ തങ്കം ചേട്ടനിക്ക് ബാക്കിയൊന്നും തരില്ല. അപ്പോൾ രേണുസുതിയുടെ റിപ്ലൈ കാണാം. എൻ്റെ പൊന്നടാവേ, ഇങ്ങനെ ഒരു തൊലിക്ക് പോലും കട്ടി കടുംകട്ടിയായിട്ടുള്ള തൊലിയുള്ള ഒരു ജന്തുവിനെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇവളുടെ സബ്സ്ക്രിപ്ഷൻ വീഡിയോ പറ്റി പറയുകയാണെങ്കിൽ എലി ചത്ത് കിടന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഉള്ള കാര്യം പറയില്ല, അമ്മാതിരി ഒരു വീഡിയോ പോലെയാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ള. ഒരു എലി ഇങ്ങനെ ചത്ത് കിടന്ന് ഉരുണ്ട് കിടന്ന് അന്തമാതിരി ഒരു എലി പക്ഷെ അടിച്ച എലിയെ പോലെയാണ് എനിക്ക് തോന്നിയത്. ബോഡി ഷെയ്മിങ് അല്ല. ഇതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുന്തളിപ്പ് കാണുമ്പോൾ ചൊറിഞ്ഞു വരും. പിന്നെ ചിലവരൊക്കെ തമ്മിൽ ഒരുമാതിരി വളരെ വൾഗറായിട്ട് ആക്കിക്കൊണ്ട് വെക്കുന്നത് അതെനിക്ക് വലിയ താല്പര്യമുള്ള കേസൊന്നുമല്ല. പക്ഷെ ഒരുമാതിരി പരിപാടി കാണിക്കരുത്. എന്തായാലും നമുക്ക് ആരംഭിക്കാം. രേണുസുതി ഐശ്വര്യമായിട്ട് തുടങ്ങിയട്ടെ. എന്തിനാണ്? നമസ്കാരം, രേണുസുതിയാണ്. അറിയാം. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ എപ്പോഴും വന്നിട്ട് നമസ്കാരം പറഞ്ഞിട്ട് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയും പോപ്പുലറായ രേണുസുതി അറിയാത്ത മലയാളികളും ഏതൊരു പട്ടിക്കുട്ടിയുടെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാലും പറയും, ആ കാവടിയല്ലേ അവളെനിക്ക് അറിയാമെന്ന് പറയും. അതാണ് രേണുസുതിയുടെ പവർ. രേണുസുതിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞാൽ ഒരുത്തനല്ല, ഒരുപാട് പേര് ഇട്ടിട്ടുണ്ട്. അതിൽ ആരോ ഒരുത്തൻ ആദ്യം പുറത്ത് വിട്ടു. പിന്നെ അതെല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്തിപ്പം വിചലിപ്പിച്ച് കിടക്കുകയാണ്. സ്പ്രെഡായി പടർന്ന് പന്തലിച്ച് നാട് മൊത്തം കണ്ടുകൊണ്ട് കിടക്കുകയാണ് ഇപ്പം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതിനേക്കാളും പട്ടിത്തീട്ടം എടുത്ത് ചവച്ചു തിന്നെന്ന് പറഞ്ഞാലും ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്. സബിന്റെ അകത്ത് കയറി ആസ്വദിക്കാൻ പറ്റിയ മുതല് എലി ചത്ത് കിടന്ന പോലത്തെ വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് ചബിന്റെ അകത്ത് കയറി ആസ്വദിച്ചു പോലെ. ഇതിൽ ആസ്വദിക്കാൻ എന്തോന്നിരിക്കണം? അതിൽ എന്തെങ്കിലും ഗീരത്തുണ്ടോ? അതിന് ആസ്വദിക്കാൻ പറ്റിയ സാധനം ഇതാണ്. ഞാൻ കാവടികളെ നിന്റെ അടുത്തൊക്കെ പലവട്ടം പറഞ്ഞ പൈസ കൊടുത്ത് അതിൻ്റെ അകത്ത് പോയി ഇരിക്കാണ്ട് വല്ല പ്രാസ്യത്തിലും പോയി തുണ്ട് കണ്ട അന്തസ്സുണ്ട്. ഇതിനേക്കാൾ ഫാർ ബെറ്റർ. ഇതൊക്കെ കേൾക്കേണ്ട വല്ല ആവശ്യമുണ്ടാ? സബിന്റെ അകത്ത് കയറി ആസ്വദിച്ചെന്ന്. ഇതിൽ എന്തെങ്കിലും ആസ്വദിക്കാനുണ്ടോ? സത്യം പറയാലോ, എനിക്ക് ഛർദ്ദിക്കാനാണ് വന്നത്. അമ്മാതിരി പേക്കൊത്ത് കോപ്പറായോണ്ട് എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസിയാണ് വന്നത് സീരിയസ്ലി. കാരണം വന്നിരുന്നൊരു നാക്കം തള്ളി കാണിച്ച് ഉള്ള കാര്യം പറയാം. വെച്ചായിരുന്നു അത് പോയിട്ട് കണ്ട് ആസ്വദിച്ചെന്നാ വാള് വയ്ക്കാൻ വന്ന് ഒന്നുകൂടി ഇരുന്ന് കണ്ടിരുന്ന വച്ചാനെ. ഞാൻ സത്യം പറഞ്ഞാൽ വിട്ടൊക്കെയാണ് കണ്ടുകൊണ്ട് പോയത്. വാള് വയ്ക്കാനുള്ള ടെൻഡൻസിയാണ് വന്നത്. അതാദ്യം മനസ്സിലാക്കി. ശ്രദ്ധിക്കാൻ വന്നിട്ട് അതിനെ നമ്മൾ ആസ്വദിച്ചു പോലെ ആസ്വദിക്കാൻ പറ്റിയ സാധന. ആരും തെറ്റിദ്ധരിക്കരുത്, ഞാൻ സബിൻ്റെ അകത്ത് ലൈവ് പോയതാണ്. പേഴ്സണലി ആർക്കും അയച്ചു കൊടുത്തല്ലെന്ന്. നീ ലൈവ് പോയാലും പേഴ്സണലി അയച്ചു കൊടുത്താലും കാണിച്ചത് അവരാണല്ലേടി. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസും ബോധവും നിനക്കില്ലല്ലേ? അതറിയില്ല എന്ന് വീണ്ടും തെളിയിക്കുന്ന എന്തിനാണ്? ഞാൻ സബിൻ്റെ അകത്ത് ലൈവ് പോയതല്ല, പേഴ്സണലി അയച്ചു കൊടുത്തല്ലേ ലൈവ് പോയതാണെന്ന്. എടിയെ കാണിച്ചത് അവരാതാണ്. അയ്യോ നിന്റെ ന്യായീകരണങ്ങൾ കേൾക്കണം. അയ്യോ ചുണ്ട് മുറിഞ്ഞു പോയി, മറ്റൊടെ ഒടിഞ്ഞു പോയി, കൊഴിഞ്ഞു വീണു പോയി. അയ്യോ എന്തോന്നടി, കാണാൻ വല്ലതും ഉണ്ടായിരുന്നെങ്കിലൊക്കെ നീയൊക്കെ തറ ഇട്ടിരിക്കുവോ? ഇതിപ്പോൾ ഒന്നും കാണാനില്ലാത്തത് കൊണ്ട് നീയൊക്കെ ഇങ്ങനെ. ഇനി എന്തെങ്കിലും കൂടി കാണിക്കാൻ ഉണ്ടായിരുന്നെങ്കിലുള്ള അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. പണ നല്ല ലൈവായിരുന്നു. ഇങ്ങനെ കിടന്ന് മറ്റേ കിടുതാപ്പുകളൊക്കെ എടുത്ത് പൊക്കി കാണിച്ച് നിന്നെക്കൊണ്ട് പച്ചക്ക് പറയിപ്പിക്കരുത് വധൂരി. ഇനി മേലാൽ ആസ്വദിച്ചെന്ന് പറഞ്ഞാൽ നിന്റെ അണപ്പല്ല അടിച്ച് കളക്കും. ഉള്ള കാര്യം ആസ്വദിക്കുക. അതിൽ വല്ലതും വേണ്ടേ? നീ എന്തോന്നേ കണ്ടോണ്ടിരിക്കും നമ്മളൊന്ന് കിഴങ്ങന്മാരെ.
ആസ്വദിച്ചു പോലും. ആസ്വദിക്കാനെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിൽ എന്തെങ്കിലും വേണ്ടേ, എന്തെങ്കിലും ഒരു പൊടിക്കും ഒരു പൊടിക്ക് എന്തെങ്കിലും അതിൽ വേണ്ടേ ആസ്വദിക്കാനായിട്ട്. അയ്യേ, ആസ്വദിച്ചു പോലും. ഏതാളും ഏത് നാറിയാണെങ്കിലും എടാ നാണം കെട്ട നാറികളെ. ആരെ വിളിക്കുന്നുണ്ട്? അച്ഛൻ, നിന്റെ തങ്കം ചേട്ടൻ അച്ഛനാണോ നീ വിളിച്ചത്? അച്ഛന് സുഖമല്ലേ? തങ്കം ചേട്ടാ, ഇങ്ങനെയൊക്കെയാണ് മോളെ നിങ്ങളെ വിളിക്കുന്നത്. ഇവിടെ നാണം കെട്ട നാറിയെന്നൊക്കെ. തങ്കം ചേട്ടൻ ഇതെല്ലാം എങ്ങനെ കേട്ടോണ്ടിരിക്കണം. എന്താ അവസ്ഥ? തീർന്ന ഖതം. നിന്റെ പരിപാടി നാണമില്ലാത്ത നാറികൾ. എടാ എന്റെ ചുണ്ട് നിങ്ങൾ നോക്ക്. ചുണ്ട് നിങ്ങൾ നോക്ക്. ചുണ്ട് പോയ കാലാവസ്ഥയുടെ പ്രശ്നമല്ല. കടിയോ നീ നൊമ്പര കടിയോ പിറന്നാളെ. എങ്ങനെ ചുണ്ടുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ആലോചിക്കേണ്ടിയിരിക്കുന്നു. ചുണ്ടുകൊണ്ടെന്തെങ്കിലും രേണു, ചുണ്ടുകൊണ്ടെന്തെങ്കിലും എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ചുണ്ടുകൊണ്ടെന്തെങ്കിലും എന്തോ ഉണ്ട്. അല്ലെങ്കിൽ ചുണ്ടിൽ ഇത്രയും പരിക്ക് പറ്റത്തില്ല. എന്തായാലും കാലാവസ്ഥയല്ല, വേറെ ഏതോ അവസ്ഥയാണ്. ഇന്നലെ ആണെങ്കിൽ എന്തോ ഒരു വെള്ള സാധനമൊക്കെ കുപ്പിയിൽ നിന്ന് എടുത്ത് അതോ ഷെയ്ക്കൊക്കെ എടുത്ത് കാലിൽ തേക്കണുണ്ട്. ആ ഷെയ്ക്ക് അടിച്ചെടുത്തതാണോ ഇനി? ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും പറ. ഓ അവിടെ നീ ലൈവിൽ കാണിച്ചത് ഞാൻ കണ്ട്. പാമ്പാട്ടിയായിരുന്നാ നീ? എന്ത് പാടി? പതൂരി ചുണ്ട് ഷെയ്ക്ക്. മനസ്സിലായി നിന്റെ ചുണ്ട് ഒട്ടല്. നീ എന്തടുപ്പിൻ്റെ അകത്ത് ഏത് കാലടിയിലോട്ടോ പോ. പിന്നെ പതുക്കെയൊക്കെ വായില് ക്രിയകളൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ചുണ്ടൊക്കെ പൊട്ടും. ഇതെന്തോ ആക്രാന്തമാ. ഇത് ഞാനും വരാം. എങ്കിൽ ഞാനും വരാം. നേരത്തെ പറയണ്ടേ സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടണമെന്നും അത് പുറത്ത് വിട്ട് നാട്ടുകാരെ കാണിക്കണമെന്ന് രേണുവിന് ആഗ്രഹം ഉണ്ടായിരുന്നു. രേണു ഇത് പറയണ്ടേ? എങ്കിൽ ഞാൻ നേരത്തെ വന്നതൊക്കെ സ്ക്രീൻ റെക്കോർഡ് എടുത്തോണ്ട് പോയാനെ. എടുത്തോണ്ട് പോയി കാണാൻ പറ്റിച്ചാതാണ്. നീ പറഞ്ഞ കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ എനിക്ക് ഒരു തരത്തിൽ യോജിക്കാൻ പറ്റുന്നില്ല. കണ്ടാസ്വദിച്ചെന്ന് യാതർത്ഥത്തിലാടി നീ ഇമാതിരി കുണച്ചവത്താന്ന് പറഞ്ഞ കണ്ടാസ്വദിക്കാൻ എന്തെങ്കിലും ഉണ്ടാ കീഴകത്ത്. അത് പോട്ടെ, അടുത്ത് വേറെന്താ പറഞ്ഞ നീ? വേറെ എന്തോ പറഞ്ഞു നീ. ചുണ്ട് പൊട്ടിയെന്നല്ലേ? അത് കാണിച്ചതാണെന്നല്ലേ? നീ ചുണ്ട് പൊട്ടിയത് കാണിക്കുന്ന രീതി ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതെന്താ ഇത്? വടുതര വത്സലേ? ഇതെന്തുവാ? കൊള്ളാലോ. ഇങ്ങനെയാണ് നീ ചുണ്ട് പൊട്ടിയത് കാണിക്കുന്നത്. ഇടി അതിൽ കാണാനും ഒന്നുമില്ല, കാണിക്കാനും ഒന്നുമില്ല. പിന്നെ എന്നാ ഗീതവത്താ നീ ഉണ്ടാക്കുന്നത്? കോപ്പു. അയ്യോ, പച്ചവെള്ളം ചവച്ച് പിടിക്കണ പിഞ്ച് പിള്ള കിടപ്പ് കണ്ട എലിയത്ത് കിടക്കണോല്ലാണ് കിടക്കണത് വിഷം അടിച്ച്. അയ്യോ, ഇതാണ് അവളെ ചുണ്ട് പൊട്ടിയത് കാണിച്ചത്. കണീരടി നോക്കട്ടെടി. അയ്യോ 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 വയ്യ ബേബി വയ്യ. ചുണ്ട് പൊട്ടി കിടക്കണ പിഞ്ച് പിള്ള, പച്ചവെള്ളം ചവച്ചരച്ച് കവച്ചി കുടിക്കുന്ന പിഞ്ച് പിള്ള, ചുണ്ട് പൊട്ടി കിടക്കണ അവക്ക്. ബാ, തീർന്നില്ല, ഇനിയുണ്ട്. ബാ. അയ്യോ, ചുണ്ട് പൊട്ടിയിട്ട് കിടക്കണ കിടപ്പ് കണ്ട എടി. നാണം ഉണ്ടാനത്, പുളിപ്പുണ്ടാനത്, നാണമാനം ഉണ്ടാ എല്ലാം. അയ്യോ, നിന്റെ എവിടെയാടി പൊട്ടിയത്? ചുണ്ട് തന്നെയാ പൊട്ടിയത്. ചുണ്ട് പൊട്ടിയത് കാണിക്കണമെന്നല്ലേ പറഞ്ഞത്. ഇതിപ്പോ എന്തൊക്കെയാ കാണിക്കുന്നേ? കൊള്ളാം. വധൂരികളെ കൊണ്ട് തോറ്റടേ. അയ്യോ, എലി വശം അടിച്ചിട്ട് കിടക്കണമല്ലോ കിടക്കണം. സത്യമുള്ള കാര്യം പറയാം. എണീച്ച് പോടി എണീച്ച് പോയി മാമിക്ക് മാവട്ടണ വേല പാറ്. നന്നായിരിക്കണം, വാച്ചായിരിക്കണം. അയ്യോ വാള് വയ്ക്കാൻ തോന്നി കണ്ടപ്പോൾ. ഞാൻ ഇപ്പൊ നോക്കുന്നില്ലല്ലോ സ്ക്രീനിൽ. സത്യം നോക്കിയാലപ്പോ വാള് വയ്ക്കും. എന്റെ പൊരിച്ച മീനെല്ലാം കൂടി പുറത്തു വരും. അത് പറ്റൂല. ഞാൻ കഷ്ടപ്പെട്ട് തിന്നതാണ്, ആസ്വദിച്ച്. അത് അകത്ത് കിടക്കട്ടെ എന്തായാലും. അയ്യോ, സ്ക്രീനിൽ നോക്കി അപ്പം തീർന്നു. ഞാൻ നോക്കില്ല. ഇതെന്തോന്നത്? തീർന്നേ നിന്റെ കൊണപ്പ്? തീർന്നേ? നിർത്ത്. ഒരു പൊടി കടങ്ങ്. ലൈവ് ലീക്കാക്കിയ നിനക്ക് എന്ത് മേര് കിട്ടിയടാ കോപ്പേ. ഇനിയും ലൈവ് ചെയ്യും. ദാറ്റ്സ് രേണു സുധി.
ലൈവ് ലീക്കാക്കിയ നിനക്കൊക്കെ എന്ത് കോപ്പ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കുറേ വ്യൂവർഷിപ്പ് കിട്ടി, അത് കൺവേർട്ടായി ഡോളറായിട്ട് വരും, ഇങ്ങനെ നമുക്ക് അതിൽ നിന്ന് ലാഭം ഉണ്ടായി. പിന്നെ നിന്റെ ഈ കൂതറ കുണച്ച സ്വഭാവം നാട്ടുകാരെ മൊത്തം ഒന്നുകൂടി കാണിക്കാൻ പറ്റി. നിന്നെപ്പോലെയുള്ള ഒരു വധുവിരിയെ നാട്ടുകാർ കൂടുതലായിട്ട് വെറുക്കാൻ തുടങ്ങി. നീ എന്ത് പേക്കൂത്താണ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ മെസ്സേജ് അയക്കുന്നുണ്ട്, സീരിയസ്ലി അയക്കുന്നുണ്ട്, പലരും അയക്കുന്നുണ്ട്. ഇപ്പം തന്നെ നിന്റെ ഈ രണ്ടാമത്തെ വീഡിയോ ഒക്കെ എനിക്ക് പലരും അയച്ചു. ഞാൻ ആദ്യത്തെ മാത്രമേ കണ്ടോളായിരുന്നു. ഞാൻ ഇൻസ്റ്റയിൽ ഈ വീഡിയോ ചെയ്യാനിരിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഇൻസ്റ്റയിൽ ഇപ്പോൾ എൻ്റെ മെസ്സേജിൽ ഒരു 7 പേര് ഈ സാധനം എനിക്ക് രണ്ടാമത്തെ എനിക്ക് അയച്ചു തന്നിരിക്കുന്നു. ഇനി പോകുമ്പോൾ വീണ്ടും കുറേ പേര് അയക്കും. അതല്ല നീ കാരണം എനിക്ക് കുറേ കമ്പനികൾ കിട്ടി, അതാണ് എനിക്കുണ്ടായിട്ടുള്ള ലാഭം കേട്ടോ. പിന്നെ കുറേ നീ മാത്രം പൈസ ഉണ്ടാക്കിയാൽ പറയില്ല, നിന്നെ വെച്ച് ഞാനും ഉണ്ടാക്കോടി പൈസ, അത് വിട്. അപ്പം ലൈവ് ലീക്കാക്കിയ നിനക്കെന്ത് കിട്ടിയടാ കോപ്പെ? പൈസ കിട്ടി, സന്തോഷമായില്ലേ? ഇനി ആൾക്കാർക്കൊരു സമാധാനം, നിന്നെ എടുത്തിട്ട് വറുത്തരച്ചു കൊടുത്തപ്പം ആൾക്കാർക്കൊരു സമാധാനം. പിന്നെ ആൾക്കാർ ഇത് കണ്ട് ജഡ്ജ് ചെയ്യാൻ തുടങ്ങി നിന്നെ, എന്താ അപരാധോടെ നീ കാണിക്കുന്നതെന്ന്. നശിച്ച് എല്ലാ കിച്ചുവിനും കിച്ചുവിനും വേണ്ട, അവൻ ഉള്ള ഉയരം കൊണ്ട് അവൻ നേരത്തെ തന്നെ പോയി. എല്ലാം പിന്നെ റിനപ്പന് വേണ്ടിയിട്ട്. ഋതപ്പന് കുറച്ച് കാലം കൂടി കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു പേക്കൂത്ത് സാധനമായിരുന്നു എൻ്റെ തള്ളയെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തടിച്ചിട്ട് പോകും. നിനക്ക് എങ്ങനെയാണ് ആ കൊച്ചിൻ്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നത്? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഇത്രയും പേക്കൂത്തുകളും അപരാധങ്ങളും ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിച്ചിട്ട് നിനക്ക് എങ്ങനെയാണ് വീട്ടിൽ പോയിട്ട് ആ കൊച്ചിൻ്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നു? ഒരു അമ്മ എന്ന നിലയിൽ നീ ലിറ്ററലി ഫ്ലോപ്പാണ്. നിനക്ക് എങ്ങനെ പിന്നെ വീട്ടിൽ പോയിട്ട് ആ കൊച്ചിൻ്റെ മുഖത്ത് നോക്കാൻ പറ്റും? എനിക്ക് മനസ്സിലായിട്ടില്ല. അതുപോലെ ഇത്രയും ഉളുപ്പില്ലാത്ത വീഡിയോകൾ ചെയ്തിട്ട് സ്വന്തം അപ്പൻ്റെ അമ്മയുടെ മുഖത്ത് എങ്ങനെ നോക്കാൻ തോന്നുന്നു? ഇത്രയും ഗതികെട്ട വീഡിയോകൾ ചെയ്തിട്ട്. നീ മാത്രമല്ല കേട്ടോ, നിന്നെ പോലെയുള്ള കുറേ എണ്ണമുണ്ട്, തുമ്പിയും എല്ലാം ഉണ്ട്, എല്ലാം ഈ ഗണത്തിൽപ്പെടും. ഇതിനൊക്കെ എങ്ങനെ വീട്ടിൽ പോയിട്ട് അടുത്ത സ്വന്തം വീട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും മാച്ചകരമായിട്ട് സെക്ഷൽ ഫ്രസ്ട്രേഷൻ നിറഞ്ഞ കാമക്കടവുകളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ഇട്ട് പൈസ ഉണ്ടാക്കിയിട്ട് നിനക്കൊക്കെ എങ്ങനെ വീട്ടിൽ പോയി കയറി വീട്ടിലെ സ്വന്തം മകൻ്റെ മുഖത്തും സ്വന്തം അപ്പൻ്റെ മുഖത്തും അമ്മയുടെ മുഖത്തും ബന്ധുക്കളുടെ മുഖത്തും ചേച്ചിയുടെ മുഖത്തും ചേച്ചിയുടെ കൊച്ചിൻ്റെ മുഖത്തും ഒക്കെ നോക്കാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു? എങ്ങനെ ഇത്ര ഉളുപ്പില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റുന്നു? അറിയാത്തതുകൊണ്ട് ചോദിക്കുക, സീരിയസ്ലി. ഞാനൊക്കെ അയ്യോ എനിക്ക് വയ്യ, എനിക്ക് അറിഞ്ഞുകൂടാ. വേറൊരു വീഡിയോ ഉണ്ട്, കാണാം. കുരു നിന്നെ പോലെ അത്രയും കേട് നമുക്കില്ല. നിനക്ക് എന്തിന്റെ കേടെന്നാ? എനിക്ക് കുരു മക്കളെ അച്ഛനെ പോയി വിളിക്കട്ടെ മക്കളെ എന്ന്. കണ്ണിൽ കരിയും വരച്ച് ഇറങ്ങിയിരിക്കണം, മറ്റേ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നാണ് ഇങ്ങനെ. നിനക്കൊക്കെ എന്തിന്റെ കേടാണെന്ന്. കടി നല്ലപോലെ അടിക്കണം, ചൊറഞ്ഞതാ. പിന്നെ ഇവിടെ ഇരിക്കണ എന്തോന്ന് നിന്റെ അച്ഛൻ തങ്കം ചേട്ടനില്ല, അങ്ങേർക്ക് നട്ടലില്ലാതായിപ്പോ വാഴപ്പിണ്ടി. അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വെടല സ്വഭാവം കാണിക്കുന്ന മകളെ വലിച്ചീത്തെടുത്ത് അടിച്ച് ഉരുട്ടിയെടുത്ത് ഇടേണ്ടതാണ്. അങ്ങനെ അത് ചെയ്യുന്നില്ല. അങ്ങേർക്ക് വാഴപ്പിണ്ടിയും വെച്ചോണ്ട് നടക്കുകയാണ്. നട്ടലില്ലാത്ത നിന്റെ തങ്കം ചേട്ടന് കേട്ടാ, വാഴപ്പിണ്ടിയാ. അതിനേക്കാളും എന്തോ വലിയ പിണ്ടിയാണ് വെച്ചോണ്ടിരിക്കുന്നത്. അങ്ങേർക്ക് നട്ടലിന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കാൻ്റെ ഗതികേട്, അല്ലെങ്കിൽ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കത്തില്ലായിരുന്നു നീ. മനസ്സിലായ? ആൽബം അഭിനയിച്ചു എന്താന്ന് വെച്ച് ചെയ്തോണ്ട് പോ, ബിഗ് ബോസ് ഇപ്പോൾ അത് ഇതൊക്കെ ചെയ്ത് പാതപ്പതിക്കല്ലേ നീ. ആതപ്പതിച്ച് തരം താഴ്ന്ന് ഏതൊക്കെ പീക്ക് ലെവലിൽ തരം താഴാൻ പറ്റും അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ പോകുന്നു. ഷെയ്ക്ക്, ടീ, ഡ്രൈവ്, ഏതൊക്കെ ലെവലിൽ തരം താഴ്ന്ന് മാക്സിമം ഒരു മനുഷ്യനെ എങ്ങനെ നശിച്ച് നാറാണത്താകാം അതിൻ്റെ പീക്ക് ലെവലായിക്കൊണ്ടിരിക്കുകയാണ് ഈ രണാസുവിനെ. എടി പന്ന കടയാടി മോളെ, എവിടെയാണ് ആസ്വദിച്ച്? അതിൽ ആസ്വദിക്കാൻ എന്തെങ്കിലും ഉണ്ടാ? രണ്ട് ചരട്ടരസം പറയില്ല, അവിടെ എന്നെ കൊണ്ടൊന്നും വാതുറപ്പിക്കല്, വെറും ചട്ടയായ ഉള്ള കാര്യം പറ. ഞാൻ കാണുന്ന പോലെ ഒന്നുമല്ല, കേൾക്കുന്നവരല്ല, പിന്നെ ആരാ ഞാൻ? രാജാതി ഹിറാസ് കട്ടൂരി, പഴയ എൻ്റെ റീൽ ഓർമ്മ വന്നു പെട്ടെന്ന്, അത് വിട്. ഓക്കെ, അതുകൊണ്ട് വാതുറക്കരുത്, കണ്ട് ആസ്വദിക്കാൻ മാത്രം. അതിൽ എന്നാ കീരൂത്താടിയിരിക്കുന്നത്? ഇതിനേക്കാളും ഞാൻ വല്ല വാഴപ്പിണ്ടിയിലും തോർത്തും ചുറ്റി വെച്ചിട്ട് അവിടെ പോയിട്ട് പ്ലക്ക് ചെയ്യാൻ അതിനേക്കാളും അന്തസ്സുണ്ട്. പിന്നല്ലാണ്ട് ഞാൻ ഒന്നും പണയണില്ല. നിനക്ക് നാണവും മാനവും ഉളുപ്പും ഇല്ലാണ്ട് നാറിയ വീഡിയോകൾ ഉണ്ടാക്കിയെടുത്ത് പൊതുസമൂഹത്തിൽ ഇടാമെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് നിന്നെ വലിച്ചു കയറുകയോ അല്ലെങ്കിൽ നിന്നെ കളിയാക്കി പുച്ഛിക്കുകയോ പരിഹസിക്കുകയോ ചെയ്തതിൽ ഒരു തെറ്റും കാണുന്നില്ല. പൈസയ്ക്ക് വേണ്ടിയിട്ട്, വെറും എന്തിനു വേണ്ടിയിട്ട്? പൈസയ്ക്ക് വേണ്ടിയിട്ട് സെക്ഷൽ ഫ്രസ്ട്രേഷൻ നിറഞ്ഞ കാമക്കടവുകളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അപരാധ വീഡിയോകൾ നിരത്തിയിടുമ്പോൾ ഒന്ന് ആലോചിക്കുക, ഇത്രയും അതപ്പതിച്ചു പോകരുത് മനുഷ്യൻ. മനസ്സിലായി? വെറും പൈസയ്ക്ക് വേണ്ടിയിട്ട്. പണ്ട് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, റോഡരികിൽ നിന്ന് കച്ചവടം ചെയ്യും, അതിൻ്റെ
ഓൺലൈൻ വെർഷൻ ആയിട്ട് മാത്രം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ഓപ്ഷൻസ്. വെറും നശിച്ച് നാറാണത്തായി സ്വന്തം ജീവിതങ്ങളെ തൊലച്ചുകൊണ്ട് ഓരോരുത്തിയുമായി നിന്നെയൊക്കെ പോലുള്ള ഓരോരുത്തികൾ ഓരോ കുടുംബങ്ങളെ തകർത്ത് ഇങ്ങനെ നാറാണത്തായി നടക്കുകയാണ്. പഴയ കാലത്ത് വെടികൾ കൊണ്ട് ഇതിനേക്കാളും അന്തസ്സെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കടിക്കാൻ പറ്റിയ സാധന പിന്നെ ഇന്ന ചുരുട്ടി കിടക്കണം. കടിക്കാൻ പറ്റിയ സാധന നീ ആരാന്നാടി നിന്റെ വിചാരം? സിൽക്ക് സ്മിത എന്നാ? അല്ലാതെ ശക്കിയില്ലേന്നാ? അയ്യോ, കടിക്കാൻ പറ്റിയ സാധന. അയ്യോ, എന്റെ ചുഞ്ചു അഞ്ഞ് കഴിക്കാൻ ഞാൻ പറയണോ? പിന്നെ കടിച്ച് വരച്ചാ ഇതിൽ ഒരുപാട് ഇരിക്കണം. പാത്തിയ അപ്പാച്ചി ചൂ 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 ചൂച്ചി ചൂ. അതവൻ. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ എല്ലാം ഇടും. ആരൊക്കെ ഇവിടെ അവരാധം കാണിച്ചു കഴിഞ്ഞാൽ, എൻ്റെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ, ആരെങ്കിലും ഒക്കെ അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ എടുത്ത് വെച്ച് വലിച്ചു കയറും. എൻ്റെ കയ്യിൽ കിട്ടുന്നത് ഞാൻ പിന്നെ ആരും അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തൊന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് എൻ്റെ കയ്യിൽ കിട്ടുന്നതൊക്കെ ഞാൻ എടുത്തിട്ടല്ലേക്കും. അതിപ്പം കുറേ പേര് എന്തിന് ഹൻസികയുടെ വീഡിയോകൾ ഇട്ടിട്ട് പലരും മുക്കി. പല കോര പ്രസംഗിക്കുന്ന സ്ത്രീകൾ, സ്ത്രീ ശാക്തീകരണം, സ്ത്രീ ശക്തികൾ അടക്കം മുക്കിയോ? അണ്ണന് സ്ട്രൈക്ക് കിട്ടി, വിട്ടു, പോട്ട് പുല്ല്, അടുത്തു മടിച്ചു. അതാണ് ഞാൻ. ചങ്കുറപ്പോടൊന്നും ചെയ്യണോ? അവർ കണ്ടന്റ് എടുത്താൽ ചങ്കുറപ്പോടെ ചെയ്യും. അല്ലാണ്ട് ആർക്കൂടെ പാർഷ്യാലിറ്റി ഒന്നും കൊടുക്കൂല. പിന്നെ നീ ഇത്തിരി അതപ്പതിക്കുന്നതിന്റെ പീക്ക് ലെവലിലോട്ട് പോകുന്നു, അപരാധത്തിന്റെ അങ്ങേ അറ്റം. അതുകൊണ്ടാണ് ഇത്രയും മ്ലാച്ചമായിട്ട് നിന്നെ ഞാൻ പറയുന്നത് കേട്ടാ രണാസുന. അതുകൊണ്ട് ഞാനിവിടെ ആർക്കും പാർഷ്യാലിറ്റി എടുത്ത് വിഭജിച്ചൊന്നും നിർത്തൂല. കണ്ട ഞാൻ നല്ല പോലെ എടുത്തിട്ട് പറയും, എനിക്ക് പറയാൻ തോന്നുന്നതൊക്കെ പറയും. പലരും വീഡിയോകളൊക്കെ ഇട്ടിട്ട് മുക്കി ട്രിമ്മിങ് എന്നിട്ട് പറയുന്ന കമ്മ്യൂണിറ്റി കയ്യില്ലേ. അതേ വീഡിയോ ഞാൻ ഇട്ടല്ലോ, എനിക്ക് കമ്മ്യൂണിറ്റി ഇല്ല അപ്പോഴും. അതിനൊക്കെ മാത്രമേ കമ്മ്യൂണിറ്റി ഉള്ളൂ. അതുകൊണ്ട് തള്ളല്ലേ. നമ്മളും കാണും തന്നെ യൂട്യൂബിലൊക്കെ. ചിലവരൊക്കെ വന്നിരുന്നു ഇപ്പം വീണ്ടും ഇട്ടിട്ട് വേറെ എല്ലാവരും കൂടി ഒക്കെ പലരും ഒക്കെ ചെയ്തപ്പോൾ ഇപ്പോൾ വന്നിട്ട് വീഡിയോ ഇട്ടിട്ട് പറയുന്നു കമ്മ്യൂണിറ്റി വിഷയമാണെന്ന്. ഞാനും ഇട്ടാൻ എനിക്കൊരു കമ്മ്യൂണിറ്റി ഇല്ല. ഞാൻ കമ്മ്യൂണിറ്റി വിഷയം ഉള്ള വീഡിയോ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്നതിൽ എനിക്ക് ഇന്നത് എടുത്തിടാൻ പറ്റൂല. ഇത് എനിക്ക് കമ്മ്യൂണിറ്റി ഇല്ല, വിഷയമില്ലാത്ത വീഡിയോ അവർക്ക് കമ്മ്യൂണിറ്റി വിഷയം ഒന്നുമില്ല. സൈക്കിളിനെ പേടിച്ച് മുക്കിയിട്ട് ഓടി എല്ലാം കൂടി 4 വാക്കി കൂടി. അതാണ് സത്യം. എന്നിട്ട് ഒന്ന് പറയുന്നു അതില്ല, അവൻ എന്തെങ്കിലും പറയാൻ പാടില്ലാത്തതെല്ലാം പറഞ്ഞാണ്. ഞാൻ പറയാൻ പാടില്ലാത്ത എന്ത് പറഞ്ഞു? നിങ്ങൾ കാണിച്ചു ഞാൻ പറയാൻ പാടില്ലാത്തതെല്ലാം പറഞ്ഞു. എന്നെ കൊണ്ട് ചൊറിയിപ്പിക്കരുത്. പിന്നെ ഞാൻ മുള്ളി 2 വട്ടം മുള്ളി. എനിക്ക് പേടിച്ച് 2 വട്ടം മുള്ളി. അയ്യോ, വേറെ എല്ലാം പിന്നെ കടിക്കാമെങ്കിൽ ഇപ്പൊ നിനക്ക് കൊണ്ടങ്ങ് വെച്ചു തരാം. അയ്യോ, കടിച്ചാൻ ചുണ്ടല്ലേ കടിച്ചോളൂന്ന്. എടി നാണമുണ്ടോ ഉടുപ്പില്ലാണ്ട് ഇങ്ങനെ കണവണാന്ന് വന്ന് പറയാൻ? മനുഷ്യനെ കുറച്ച് എവിടെയെങ്കിലും ഒക്കെ തൊലിക്കട്ടി കാണിക്കുക ഏതെങ്കിലും ഭാഗത്ത്. അയ്യോ, അല്ലെങ്കിൽ ഇപ്പൊ കാണിച്ചു തന്നു കഴിഞ്ഞാൽ അങ്ങ് എടുത്തു വെച്ച് കൊണ്ടാടാൻ മറ്റേ എന്താ മാന്യായിട്ട് നീ അപരാധ വീഡിയോ എടുത്ത് വെച്ചത്? മാന്യത, നിനക്ക് മാന്യതയുടെ അർത്ഥം അറിയാം? അപരാധം എന്ന് പറയുന്നതിന് അർത്ഥമല്ല മാന്യത. കഴിപ്പണം കെട്ടതുകൾ തന്നെ. മനസ്സിലായി. മര്യാദക്ക് നീ ഭയങ്കര മര്യാദക്കാണ്. നീ പറതായിട്ടോണ്ടൊന്നിരുന്നല്ല ഇല്ലാത്ത അവരാച്ചോണ്ടിരുന്നത്. ശരി പോടി തങ്കം ചേട്ടാ. തോർത്തിൽ വല്ലതും തുടച്ചു കളഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാവൂലായിരുന്നു. സത്യം. നിന്റെ സബ്സ്ക്രിപ്ഷനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളാ. അത് ആരാ ഇത്ര അതപ്പതിച്ച ഗതികെട്ട മനുഷ്യനേക്കാൾ കേവലം കെട്ട ജന്മം? നിന്റെ സബ്സ്ക്രിപ്ഷൻ സ്നേഹിക്കുന്ന ആൾക്കാരെ. എടി നിന്റെ കോപ്രായം കാണാനാണ് കുറെ എണ്ണം വന്നിട്ട് ചിരിക്കാനുള്ള വകുപ്പിന് വേണ്ടിയിട്ടാണ് അത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അല്ലാണ്ട് നിന്റെ ഇത് കണ്ടിട്ട് എന്നെ ആസ്വദിക്കാതിരിക്കുന്നേടി. അതിന് എന്തെങ്കിലും ഒരു സാധനം ചൂണ്ടിക്കാണിച്ച് താടി അതിൽ ആസ്വദിക്കാനായിട്ട് ഞാൻ ലൈഫ് ടൈം സെറ്റിൽമെന്റ് അടിക്കുക. നിനക്ക് സത്യം ഉള്ള കാര്യം പറയാം. എന്തെങ്കിലും ഒരു സാധനം അതിൽ ആസ്വദിക്കാനായിട്ട് നീ പറഞ്ഞതുപോലെ കട്ടയ്ക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സാധനം ചൂണ്ടിക്കാണിച്ച ഒരു മയിലൊട്ടകോ അതിൻ്റെ അകത്ത് ഇല്ല. എന്നിട്ട് വന്നിട്ട് തള്ളുന്ന തള്ളു കേട്ട് കഴിഞ്ഞാൽ ഇപ്പം കണ്ണ എടുത്ത് മലത്ത് കളയുമെന്ന് എടിച്ച് പോടിയിരുന്ന് തള്ളാതെ ചുമ്മാ ചിരിപ്പിക്കാനായിട്ട് ഓരോരോ കോപ്രായങ്ങളും കാണിച്ചുകൊണ്ട് വരും. ഇങ്ങനെയും തൊലിക്കെട്ടി കൂടിയ മനുഷ്യന്മാരോ ഒന്നും പറയാനില്ല. ഇത്രയും അതപ്പതിക്കരുത് രേണു. അതപ്പതിച്ച്
വെറും ചീപ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്കും തരം താഴെയാണ്. നിന്നെപ്പോലെ ഒരു വധൂരിയായി ഈ ലോകത്ത് വേറെ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. അത്രയ്ക്ക് അതപ്പതിക്കുന്നു. നിനക്ക് എങ്ങനെ നിന്റെ വീട്ടിൽ പോയിട്ട് നിന്റെ ആ മോൻ്റെ മുഖത്ത് നോക്കാൻ പറ്റുന്ന, അവനെ എടുത്തു വെച്ച് കൊഞ്ചിക്കാൻ പറ്റുന്ന, ഇത്രയും അപരാധിച്ച് നടന്നിട്ട് അത്രേ ചോദിക്കാനുള്ളൂ. അതപ്പതിച്ചില്ലേ? ഒന്നും പറയാനില്ലടേ. അയ്യോ വിശക്കണം. ഒന്നുകൂടി ചോറ് കഴിക്കാം. കഴിച്ചത് ദഹിച്ച്. പുതിയൊരു വീഡിയോ ഇടണം. ബൈ.